ഹായ് ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ദി എജ്യുപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പറഞ്ഞ് താമസാണ്. സോ നമ്മുടെ 5th സ്റ്റാൻഡേർഡിലെ ക്രിസ്മസ് എക്സാമിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെസണാണ് റെബേക്ക ദ ചേഞ്ച് മേക്കർ അല്ലേ. ഈ ലെസൺ മക്കളൊക്കെ പഠിച്ചു കാണല്ലോ. അപ്പോൾ ഇതിനകത്ത് എന്താണ്, ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചാണ് അല്ലേ പറയുന്നത്. ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് കെനിയയില് മസായ് ഗോത്രത്തിൽ പെടുന്ന മസായ് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന റെബേക്ക എന്ന് പറഞ്ഞൊരു കുട്ടിയിൽ ആ കുട്ടി ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് അറിയുന്നു അല്ലെ. അവരുടെ നാട്ടില് മഴയില്ലാതാവുന്നു. അങ്ങനെ അതിനെക്കുറിച്ച് അന്വേഷിച്ച സമയത്ത് അത് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടാണെന്ന് അറിയുന്നു. അങ്ങനെ അല്ലെ, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുന്നു. അങ്ങനെ ഷീ ആക്ച്വലി മേക്സ് എ ചേഞ്ച് അല്ലെ. ആ ഒരു നാട്ടിൽ അവൾ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നു. ഇതാണ് നമ്മൾ ആ ഒരു സ്റ്റോറിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങൾ ആ സ്റ്റോറി പഠിച്ച സമയത്ത് എന്തൊക്കെയായിരിക്കും റെബേക്കയുടെ ചിന്തകള്, റെബേക്കയുടെ തോട്ട്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നോ? ഇനി ആലോചിച്ചിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ മിസ് ഇന്ന് അങ്ങനെ ഒരു ക്വസ്റ്റനുമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പം ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ്, റൈറ്റ് ദി തോട്ട്സ് ഓഫ് റെബേക്ക. റെബേക്കയുടെ തോട്ട്സ് എഴുതാൻ വേണ്ടി ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. പിന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിസ്സിൻ്റെ അടുത്ത് അഭിപ്രായം പറയാനുണ്ടെന്നാണെങ്കിൽ നിങ്ങൾ അവിടെ കമന്റ് ബോക്സിൽ അത് കമന്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മിസ് അത് വായിച്ചോളാം കേട്ടോ. പിന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് മക്കളെ. നമ്മുടെ ഈ ഇപ്പം മിസ് തരുന്ന ഈ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിൽ കിട്ടണമെന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. നിങ്ങൾ ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ നോട്ട്സും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വാട്സപ്പിൽ കിട്ടും കേട്ടോ. ഓക്കെടാ. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. Okay, after learning about climate change, Rebecca thinks about how this would affect the crops, animals, and their lives. ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം റെബേക്ക ചിന്തിക്കുകയാണ് അല്ലേ, ഇത് എങ്ങനെയാണ് എൻ്റെ ക്രോപ്സിനെയും ആനിമൽസിനെയും അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിനെയൊക്കെ എങ്ങനെയാണ് എഫക്ട് ചെയ്യാന്ന് റെബേക്ക ചിന്തിക്കുകയാണ്. സോ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ചിന്ത, ആ ഒരു ആലോചന, അതിനെയാണ് നമ്മൾ തോട്ട്സ് ആയിട്ട് ഇവിടെ എഴുതാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ മക്കളെ, തോട്ട്സ് എഴുതുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ട, നിങ്ങൾ എഴുതേണ്ട അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളാണ് റെബേക്ക. ഓക്കെ, ഇപ്പം എന്താണ്, നീ ഇപ്പൊ ആയിഷയാണ് എഴുതുന്നത്, അല്ലെങ്കിൽ നന്ദനയാണ് എഴുതുന്നത്, അല്ലെങ്കിൽ ഗൗതമാണ് എഴുതുന്നത്. ആരെഴുതുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആരാണ്, നിങ്ങൾ റബേക്കയാണെന്ന് വിചാരിക്കണം. സോ യു ആർ റബേക്ക എന്നുള്ള പോലെ എഴുതണം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് എഴുതുക, ഐ അല്ലെ, ഐ എന്ന് വെച്ചിട്ട് വേണം എഴുതാൻ. ഓ, ഐ ആം സോ വെറീഡ് അല്ലെ, ഐ ആം സോ വെറീഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനെ വേണം കേട്ടോ എഴുതാനായിട്ട്. ഐ ആം സോ വെറീഡ് അല്ലെ, ഞാൻ ഭയങ്കര വറീഡ് ആണ്, ഞാൻ ഭയങ്കര ടെൻഷനാണ്. മൈ അല്ലെ, മൈ പേരൻസ് അല്ലെങ്കിൽ മൈ ടീച്ചർ അല്ലെ, മൈ ടീച്ചർ സെഡ് ദാറ്റ്, മൈ ടീച്ചർ സെഡ് ദാറ്റ് the climate is changing. ഓക്കെ, അതായത് കണ്ടോ, അപ്പൊ ഇവിടെ നിങ്ങൾ കണ്ടോടാ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ടോ. ഐ കണ്ടോ, ഒന്ന് ഐ എന്നുള്ളതാണ്. പിന്നെ മൈ ടീച്ചർ അല്ലെ, പിന്നെ നമ്മൾ പേരൻസിനെ കൊണ്ട്, ഇപ്പം റെബേക്കന്റെ പേരൻസിനെ കൊണ്ട് പറഞ്ഞ സമയത്ത് മൈ മദർ, മൈ ഫാദർ അല്ലെ, മൈ പെറ്റ്സ് അല്ലെങ്കിൽ അവർ അല്ലെ, ഞങ്ങളുടെ എന്ന് പറയുമ്പോ ഏതാണ്, ഞങ്ങളുടെ എന്ന് പറയുമ്പോ എന്താണ് യൂസ് ചെയ്യുക പറഞ്ഞേ. അവർ ആണ് യൂസ് ചെയ്യുക കേട്ടോ. അതായത് അവർ ക്രോപ്സ് അല്ലെ, ഞങ്ങളുടെ ക്രോപ്സ് എന്ന് പറയാണ്, ഞങ്ങള് കൃഷി ചെയ്തുണ്ടാക്കിയ ഞങ്ങളുടെ ക്രോപ്സ്, അല്ലെങ്കിൽ അവർ ആനിമൽസ് അല്ലെ, ഞങ്ങളുടെ ആനിമൽസ്. ഇവർക്ക് കുറെ എന്തുണ്ട്, ഷീപ്പും ഗോട്ടും ഒക്കെ ഇല്ലേ. സോ അവർ ആനിമൽസ്. അങ്ങനെ ഐ, മൈ, അവർ എന്നൊക്കെയുള്ള വി എന്നൊക്കെ വേണം അവിടെ യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ അതെന്താണ്, അത് നമ്മൾ ഫസ്റ്റ് പേഴ്സൺ ആണ്, അതൊക്കെ വലിയ ക്ലാസ്സിലെത്തും പഠിക്കാം. സോ നിങ്ങളാണ് റെബേക്ക എന്നുള്ള പോലെ വേണം നിങ്ങൾ എഴുതാനായിട്ട്. ഓക്കെ, പിന്നെ തോട്ട്സ് ആണ്, അപ്പൊ ചിന്തകളാണ് അല്ലെ. അതിനകത്ത് നിങ്ങളുടെ അല്ലെങ്കിൽ റെബേക്കൊക്കെ ഉണ്ടാവുന്ന, അപ്പൊ ഇവിടെ റെബേക്ക ഭയങ്കര ഹാപ്പി ആയിട്ടാണോ എഴുതുന്നത്? അല്ല, റെബേക്ക സാഡ് ആയിട്ടാണല്ലോ എഴുതുക. റെബേക്ക ഭയങ്കര സാഡ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? കാരണം അവളുടെ നാട്ടിൽ വെള്ളം ഇല്ല അല്ലെ, അവിടെ വെള്ളം ഇല്ലാത്തത് കാരണം ആനിമൽസ് ചത്തുപോകുമോ എന്നുള്ള പേടിയുണ്ട്. അതേപോലെ തന്നെ ക്രോപ്സ് ഒക്കെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അവർക്കില്ലേ കൃഷിയൊക്കെ നശിച്ചു പോകുന്നുള്ള പേടിയാണ്. സോ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ആ ഇമോഷൻസ് എന്താണ് ഇവിടെ ഉണ്ടാവുക? ആങ്സൈറ്റി അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര പേടിയാണ് അല്ലെ, വറീഡ് ആണ് ഉണ്ടാവുക. അവള് ഭയങ്കര വറീഡ് ആയിരിക്കും കേട്ടോ. അപ്പം അങ്ങനെയുള്ള രീതിയിലുള്ള തോട്ട്സ് വേണം നിങ്ങൾ എഴുതാനായിട്ട്. എടാ, സിമ്പിൾ ആയിട്ട് ഒരു എത്ര പറയാ, അപ്പൊ നിങ്ങൾക്കൊരു ഇപ്പം നിങ്ങൾ 5 മാർക്സ് സ്കോർ ചെയ്യുക എന്നുള്ളതാണല്ലോ, ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എയിം. അപ്പൊ നിങ്ങളൊരു എത്ര ലൈൻസ് എഴുതേണ്ടി വരും, ഒരു 5-6 ലൈൻസ്. ഓക്കെ, മിനിമം ഒരു 5 to 6 ലൈൻസ്, മിനിമം 5 to 6 ലൈൻസ് എന്തായാലും എഴുതി വെക്കണം. ഓക്കെ, മിനിമം ആണ്.
കുറഞ്ഞത് 5 to 6 ലൈൻസ് എഴുതണം. എന്നാൽ നിങ്ങൾക്ക് എന്തായാലും എത്ര മാർക്ക് കിട്ടും? 5 മാർക്സ് എന്തായാലും കിട്ടും. 5 to 6 ലൈൻസിനെക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ചില കുട്ടികൾക്ക് അതിനേക്കാളും നന്നായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടൊക്കെ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ 1 2 3 4 5 ഇങ്ങനെ 5 വരി എഴുതുന്നില്ല, 5 സെന്റൻസസ്, നല്ല 5 സെന്റൻസസ് ഒക്കെ എഴുതി വെക്കണം കേട്ടോ. 5 6 സെന്റൻസസ് മിനിമം എഴുതുക. ഇനി അതിനേക്കാളും കൂടുതൽ ഒരു 7 8 സെന്റൻസ് ഒക്കെ എഴുതാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ മാർക്ക് ഷുവർ ആണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കി നോക്കാം കേട്ടോ. അതായത് മിസ് കാണിച്ചു തരാം, നിങ്ങൾക്ക് ഒരു മോഡൽ കാണിച്ചു തരാം, നിങ്ങൾ എങ്ങനെയാണ് ഒരു തോട്ട്സ് എഴുതുമ്പം അല്ലെ. നിങ്ങൾ മിസ് എപ്പോഴും പറയേണ്ടതെന്ന് വെച്ചാൽ മക്കൾ സ്വന്തമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇമാജിനേഷനിൽ എടുത്തിട്ട് വേണം എഴുതാനായിട്ട്. പക്ഷെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് മിസ് കുറച്ച് ഐഡിയ പറഞ്ഞുതരാം കേട്ടോ. നോക്കിയടാ, ഇവിടെ അവൾ വറീഡ് ആണല്ലേ. അപ്പൊ നോക്കിയേ, I am so worried about our farm. അല്ലെ, ഞാൻ ഞങ്ങളുടെ ഫാമിനെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് worried ആണ്. Mom was crying because our crops are dying. അല്ലെ, Mom was crying. അമ്മ കരയായിരുന്നു. എന്തുകൊണ്ടാണ്? Because our crops are dying. കാരണം ഞങ്ങളുടെ ക്രോപ്സ് ഒക്കെ നശിച്ചു പോവാണ്. I don't want our goats and sheep to die too. ഞങ്ങൾക്ക് എനിക്ക് I don't want our goats and sheep to die too. അയ്യോ, എൻ്റെ ഗോട്ടും ഷീപ്പുകളും ഒന്നും ചാവുന്നതും കൂടെ എനിക്ക് കാണാൻ പറ്റില്ല. At school I learned that earth is getting hotter and that's why we are not getting enough rain. At school വെച്ച് ഞാൻ എന്ത് പഠിച്ചു? I learned that earth is getting hotter. earth ഭയങ്കര ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. And that's why we are not getting enough rain. അത് കാരണമാണ് ഞങ്ങൾക്ക് ആവശ്യത്തിന് മഴ കിട്ടാത്തത് എന്ന് ഞാൻ പഠിച്ചു. It's called climate change. അതിനെ എന്ത് വിളിക്കുന്നുണ്ട്? Climate change എന്ന് വിളിക്കുന്നുണ്ട്. I feel sad because I don't know how to help. അല്ലെ, എനിക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ്, കാരണം എനിക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞൂടാ. But then I thought, പക്ഷെ ആ സമയം ഞാൻ വിചാരിച്ചു, maybe if everyone knows about climate change, അല്ലെ, എല്ലാവരും ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് അറിയുകയാണെങ്കിൽ we can do something better. അല്ലെ, if everybody, ഇല്ല, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെച്ചേ. എന്താണ്? maybe if everyone knows about climate change, maybe എല്ലാവരും ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് അറിയുകയാണെങ്കിൽ we can do something together. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമായിരിക്കും. I want to tell mom and dad about what I learned. അല്ലെ, എന്നിട്ട് അവള് കണ്ടിട്ടില്ല, അവള് ക്ലാസ്സിലെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും പോയി പറയും. എന്ത്? നിങ്ങൾ എല്ലാവരും പേരൻസിൻ്റെ അടുത്ത് വീട്ടിൽ പോയി പറയണം, അല്ലെ, ഈ കാര്യങ്ങൾ പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതേപോലെ I want to tell mom and dad about what I learned. ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണം. Maybe we can do something to help our farm and earth. അല്ലെ, maybe ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇല്ലേ, എനിക്കോ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? do something to help our farm and the earth. അല്ലെ, ഞങ്ങളുടെ ഫാമിനെയും അതേപോലെ തന്നെ നമ്മളെ ഭൂമിനെയും രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമായിരിക്കും. I wish it would rain soon. അയ്യോ, പെട്ടെന്ന് മഴ പെയ്താൽ മതിയായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാണ്. അപ്പൊ കണ്ടോടാ, നിങ്ങൾ കണ്ടില്ലേ റബേക്കയുടെ തോട്ട്സ് എന്തൊക്കെയായിരിക്കും റബേക്ക ചിന്തിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ ഓരോ തോട്ട്സ് ഒക്കെ എഴുതി നോക്കുക. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേവ് അവർ എൻവയോൺമെന്റ്. ഓക്കെ, സേവ് അവർ എൻവയോൺമെന്റ്. ഇതാ മിസ് എഴുതി തരാം. സേവ് അവർ എൻവയോൺമെന്റ്. സേവ് അവർ എൻവയോൺമെന്റ്. ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ നോക്കട്ടെ എത്ര പേര് കമന്റ് ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ കമന്റ് ചെയ്യുന്ന എല്ലാവർക്കും മിസ് വന്നിട്ട് എന്തായാലും ഒരു ഹാർട്ടും ലൈക്കും ഒക്കെ തരുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും സേവ് അവർ എൻവയോൺമെന്റ് എന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യും കൂടെ ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. അപ്പൊ ഇനി വേറൊരു ആക്ടിവിറ്റി ആയിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.